കാത്തിലേക്ക് നരമ്പല് OTT ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. തിയേറ്ററിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് OTT ഇപ്പോൾ ഇറങ്ങിയിരിക്കണത്. പടം ഇറങ്ങിയെന്ന് ഞാൻ കണ്ടതാണ്, OTT ഇറങ്ങിയെന്നാണ് ഞാൻ കണ്ടത്. എന്നിട്ട് പിന്നെ പടം ഞാൻ കുറച്ച് കാണാണ്ട് എടുത്തു വെച്ചു, ബോറടിച്ചിട്ട് ഞാൻ എടുത്തു വെച്ചു. പിന്നെ റിവ്യൂ ചെയ്യണല്ലോ എന്ന് വെച്ചിട്ട് കണ്ടതാണ്. സോറി ഫോർ ദ ലേറ്റ്. ഇപ്പം OTT ഇറങ്ങിയിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. എന്നാലും കാണാത്തവരോട് ഈ റിവ്യൂ കാണാണെങ്കിൽ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ വെറുതെ സമയമൊന്നും പോകില്ല, വെറുതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ കാണാം. അതല്ലാണ്ട് ഈ സിനിമയിൽ ഒന്നുമില്ല, എടുത്ത് പറയാനായിട്ട് ഒന്നുമില്ല, കാണാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒരു സീനോ ഒന്നുമില്ല. ഏവറേജ് എന്ന് പറഞ്ഞാൽ ഏവറേജ് ഒന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് ശരിക്കും ഒരു ഫ്ലോപ്പിൻ്റെ ഒരു ലെവലിലേക്കുള്ള ഒരു പടമാണ്, ശരിക്കും ഫ്ലോപ്പായ പടമാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം. ഇതിൻ്റെ ഡയറക്ടറിൻ്റെ 4ാമത്തെ സിനിമയാണ്. ഞാൻ ഈ ഡയറക്ടറിൻ്റെ 2ാമത്തെ സിനിമയാണ് കാണുന്നത്. ആദ്യത്തെ സിനിമ ഞാൻ കണ്ടത് വണക്കം ചെന്നൈ. അത് നല്ല സിനിമയാണ്, കുറച്ച് കോമഡി ആയിട്ട് എൻഗേജിങ് ആയിട്ട് പോണ സിനിമയാണ്. അതും ഏവറേജ് ആണ്. ഈ ഡയറക്ടറിൻ്റെ എല്ലാ പടങ്ങളും എനിക്കറിയില്ല, ഇപ്പം ഞാൻ കണ്ട ഈ 2 പടങ്ങൾ സ്പെസിഫിക് ആയിട്ട് ചെയ്തിട്ട് കാണിക്കണില്ല. ഏതൊരു കഥ വെച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ, നോർമൽ അല്ലാന്ന് അധികം ഓവറല്ലാത്ത രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഡയറക്ടറാണ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് അല്ലേ ഈ ഡയറക്ടറിൻ്റെ. ഒരു ലേഡിയാണ് ഡയറക്ടറിൻ്റെ പേര് കൃതിക അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഈ സ്പെസിഫിക് ആയിട്ടൊന്നും സിനിമ ചെയ്യുന്ന ഒരു ലേഡി അല്ല. എനിക്ക് തോന്നുന്നു ലോ ബഡ്ജറ്റ് ആയതുകൊണ്ടായിരിക്കാം, പരിമിതികൾ ഉള്ളത് കൊണ്ടായിരിക്കാം, എന്താണെന്നറിയില്ല. ബട്ട് അങ്ങനെയാണ് അവരുടെ ഒരു സിനിമയുടെ ടേസ്റ്റ് ഇത്തിരി വ്യത്യാസമാണ്. വണക്കം ചെന്നൈ കണ്ടവർക്ക് ഏകദേശം പിടികിട്ടും ഈ സിനിമ എന്താന്ന്. ഭയങ്കര ഷോക്കാണ്. നമ്മൾ ഈ പടത്തിൻ്റെ ട്രെയിലറോ അല്ലെങ്കിൽ ഈ പടത്തിൻ്റെ പാട്ടൊക്കെ നല്ല ഹിറ്റാണ്. അതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ലൊരു ലവ് സ്റ്റോറി സിനിമയും നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന എൻഗേജിങ് ആയിരിക്കുന്ന സിനിമയെന്ന് വിചാരിക്കും. പക്ഷെ യാതൊരു തരത്തിൽ ലവ് സ്റ്റോറി എന്ന് പറയാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു സ്റ്റോറി അല്ല ഇതിൻ്റെ. സ്റ്റോറി നല്ല സ്റ്റോറിയാണ്, പക്ഷെ സ്ക്രീൻ പ്ലേ അതേപോലെ എന്താ പറയുക കണ്ടിന്യൂഷൻ ഒന്നുമില്ല. എന്തുകൊണ്ടോ എനിക്ക് തോന്നുന്നു നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ആവണമെന്ന് വിചാരിക്കാൻ പാടില്ല, അതുകൊണ്ട് ഈ സീൻ ഇങ്ങനെ ആക്കാം എന്ന രീതിയിൽ ചെയ്ത പോലെയാണ് സിനിമയുടെ സ്ക്രീൻ പ്ലേ പോണത്. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫിനെ വെച്ചപ്പോൾ ഫസ്റ്റ് ഹാഫ് ബെറ്ററാണ്. പക്ഷെ മൊത്തത്തിൽ സിനിമ വൺ ഷോക്കാണ്. ഒരു കാര്യമില്ല, എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. കാരണം ജയരവിയുടെ സിനിമകളൊക്കെ ഒത്തിരി നമ്മൾക്ക് വലിയ കുഴപ്പമില്ല, തിരക്കേടില്ലാണ്ട് കൊണ്ടുപോകുന്ന സിനിമകളാണ്. സാധാരണ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടെ ഏറ്റവും കൂടുതൽ ഹിറ്റ് കൊടുത്തുന്ന നടനാണ്. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. അപ്പം ജയരവിയുടെ പടമായതുകൊണ്ട് ഒരു ഹോപ്പിൽ കണ്ടതാണ്. പക്ഷെ അവൻ ശോകപടം കണ്ടതിൽ ഏറ്റവും ശോകപടം ജയരവിയുടെ. എന്തുകൊണ്ടാണ് ആൾ ഈ സിനിമ എടുത്തതെന്ന് എനിക്കറിയില്ല. പിന്നെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടൊക്കെ അടിപൊളിയാണ്, കാരണം എ.ആർ. റഹ്മാനാണ്. അപ്പം നമുക്കൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ കാസ്റ്റിങ്ങിൽ ആലുണ്ട്, പിന്നെ ജയരവി, പിന്നെ നമ്മുടെ നിത്യമേനുണ്ട്. അങ്ങനെ കുഴപ്പമില്ലാത്ത നമുക്കൊക്കെ അറിയണ എല്ലാ ഫേമസ് ആയിട്ടുള്ള എല്ലാ നടന്മാരും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. നിത്യമേനോൻ നന്നായിട്ടുണ്ട്. നിത്യമേനോൻ്റെ റോള് നിത്യമേനോൻ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ജയരവിയുടെ റോള് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു പ്രത്യേക തരം ഒരു മാതിരി ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്തൊരു ക്യാരക്ടറായി പോയി. നല്ല ശോക ക്യാരക്ടറാണ്. പടം വെറുതെ ഇരുന്ന് കാണാം, നിങ്ങൾക്ക് സമയം പോകാൻ വേണ്ടിയിട്ട് ഇരുന്ന് കാണാം. പക്ഷെ എന്താണെന്ന് പ്രശ്നം കഴിഞ്ഞാൽ ലാഗ് അടിക്കും. നിങ്ങൾക്ക് സമയം പോകാണ്ട് നിങ്ങൾ പടം കാണാം, കുറച്ച് കഴിഞ്ഞാൽ ലാഗ് അടിക്കും. ഫസ്റ്റ് ഹാഫ് വരെ ഓക്കെയാണ്, കുഴപ്പമില്ലാണ്ട് പോകുന്നത്. സെക്കൻഡ് ഹാഫ് വൻ ശോക, ഫാമിലീനെ കുറിച്ച് ആകെ കയറ്റി ആകെ ഒരു സുഖമില്ലാത്തൊരു പടം. എനിക്ക് തീരെ ഇഷ്ടമായില്ലേ. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ കാണാം. ഇതിന് കൂടുതലൊന്നും ഈ പടത്തിനെ കുറിച്ച് പറയാനില്ല. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന വീഡിയോ ആയിരിക്കും. എല്ലാവർക്കും ടേക്ക് കെയർ.